രാവിലെ പി.കെ. കൃഷ്ണദാസ് CPM-ന്റെ സെമിനാർ വേദിയിൽ. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അല്ല, പി.കെ. കൃഷ്ണദാസിന് CPM-ന്റെ സെമിനാർ വേദിയിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുമല്ല. കാര്യം സെമിനാറുകൾ എല്ലാ പാർട്ടിക്കാർ സംഘടിപ്പിക്കുമ്പോൾ മറ്റു പാർട്ടിക്കാരെല്ലാം സെമിനാറുകളിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ CPM പി.കെ. കൃഷ്ണദാസിനെ വിളിച്ചു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. കാരണം BJP-ക്കാർ എന്താണ് ഈ പറയുന്ന പോലെ അസ്പൃശ്യരല്ല എന്നുള്ളത് ഇവരാരും മനസ്സിലാക്കിയിട്ടുണ്ട്, CPM മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദിയുടെ ഭരണം ഫാസിസ്റ്റ് ഭരണമല്ല എന്ന് CPM വളരെ കാലങ്ങൾക്ക് ശേഷം CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് മുമ്പേ തിരിച്ചറിഞ്ഞതാണ്, പക്ഷേ ഇപ്പോൾ അത് നയപരമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാഷ്ട്രീയ അയിത്തം കൊണ്ടുപോയാൽ നമ്മൾക്ക് പണി കിട്ടുമെന്ന് CPM തന്നെ മനസ്സിലായി. രണ്ടാമത്തത് സ്മൃതി ഇറാനി. സ്മൃതി ഇറാനിയെ പറ്റി വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയും പിന്നീട് അവിടെ തന്നെ നിരന്തരമായി പ്രവർത്തിച്ച് അടുത്ത ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയെ മലർത്തിയടിച്ച് കേന്ദ്രമന്ത്രിയാവുകയും ചെയ്ത ആളാണ് സ്മൃതി ഇറാനി എന്ന് പറയുന്നത്. പക്ഷേ സ്മൃതി ഇറാനി പിന്നീട് എന്തുകൊണ്ട് തോറ്റു അന്ന് നമ്മൾ ഗൗരവത്തിൽ ചർച്ചക്കെടുക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അമേഠിയിൽ സ്മൃതി ഇറാനി പിന്നെയും പരാജയപ്പെട്ടത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം രാഹുൽ ഗാന്ധി കുടുംബം ഒരുപാട് കാലങ്ങളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളാണ് അമേഠിയും അതുപോലെ തന്നെ റായ്ബറേലിയും ഒക്കെ. ഇവിടെയൊന്നും വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുടിലുകളിൽ പോയി കുനിഞ്ഞിരുന്ന് ആളുകളോട് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് മനോരമ ഒരു പരസ്യം ചെയ്തു, കുടിലുകളിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട്. തൊട്ടിപ്പുറത്ത് ആ സമയത്ത് BJP-യുടെ CPM-ൻ്റെ ആളുകൾ പറഞ്ഞു, ഈ കുടിലുകൾ അമേഠിയിൽ തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ്. കാലങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ഈ മണ്ഡലത്തിൽ കുടിലുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇന്ത്യ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? കോൺഗ്രസ് ആണ്. ഇപ്പം നരേന്ദ്രമോദിയെയും BJP-യെയും ഉത്തരേന്ത്യയെയും മറ്റ് പ്രദേശങ്ങളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ വല്ലാത്ത രീതിയിൽ ട്രോളുന്ന, വല്ലാത്ത രീതിയിൽ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവരോടൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചിരുന്നത്, നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമല്ലേ ആയിട്ടുള്ളൂ, 11 വർഷം അല്ലേ ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും ദാരിദ്ര്യം മുക്തമാക്കാൻ കഴിയാതെ പോയത്? പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റായി കോൺഗ്രസ് മാറിയിട്ടുണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇവർ ഈ പറയുന്നത് പോലെ കക്കൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ട്രോളുകൾ ഉണ്ടായിരുന്നു നരേന്ദ്രമോദിക്കെതിരെ. ഈ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ റെയിൽവേ പാളത്തിലിരുന്ന് 1-2 സാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന, ഉത്തരേന്ത്യയെ കുറ്റം പറയുന്ന ആളുകൾ അതിനെതിരായിക്കൊണ്ട് മോദി കൊണ്ടുവന്ന സ്വച്ഛ് ഭാരത് അല്ലെങ്കിൽ കക്കൂസ് നിർമ്മാണത്തെ ഒക്കെ എതിർത്തു. ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഉത്തരേന്ത്യയിലെ ഒരു 80% അത്തരം കാര്യങ്ങളെയും പ്രതിരോധിക്കാൻ നരേന്ദ്രമോദിയുടെ ഈ യജ്ഞത്തോടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. കാലങ്ങളായി ഭരിച്ച കോൺഗ്രസിന് അവിടെ കക്കൂസ് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. മോദി വന്നപ്പോൾ ആദ്യം പ്രാധാന്യം കൊടുത്തത് കക്കൂസ് നിർമ്മാണത്തിനായിരുന്നു എന്നുള്ളത് സത്യമാണ്. ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഗ്യാസ് വീട്ടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഗ്യാസാണ്. ഈ കാട്ടിൽ പോയി വിറക് ശേഖരിക്കുമ്പോൾ അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു. പിന്നീട് പുക പിടിച്ചുകൊണ്ട് ലങ്സിന് ക്യാൻസർ പിടിപെട്ട് സ്ത്രീകൾ മരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്ത്രീകൾ മരണപ്പെടുന്നത് ഈ ലങ് ക്യാൻസർ മൂലമാണ് എന്നുള്ള പഠന റിപ്പോർട്ടുകൾ വന്നു. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അടുപ്പിൽ നിരന്തരമായി ഊതിയിട്ടുണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ ലങ് ക്യാൻസർ വരുന്നത് എന്നൊരു പ്രധാനപ്പെട്ട പഠനം വന്നത്. അതിനെതിരെ നരേന്ദ്രമോദി തുനിഞ്ഞിറങ്ങിയതാണ് ഈ പറയുന്നത് പോലെ ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന ആ പദ്ധതിയിലൂടെ. അതൊക്കെ നടപ്പിലാക്കിയത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോഴും ഇരുന്ന് ട്രോളുകയാണ് നരേന്ദ്രമോദിയെ. ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസിന് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക കഴിഞ്ഞ 100 വർഷമായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിരിക്കുന്നു. UP-യിൽ മാറ്റം വന്നിരിക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു, റോഡുകൾ മാറിയിരിക്കുന്നു, പാലങ്ങൾ വന്നിരിക്കുന്നു, ഇതൊക്കെയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്മൃതി ഇറാനിയിലേക്കാണ്. സ്മൃതി ഇറാനി എന്തുകൊണ്ട് അമേഠിയിൽ പരാജയപ്പെട്ടു എന്നതൊരു ചോദ്യം തന്നെയാണ്. അത് സ്മൃതി ഇറാനിയും BJP അത് വിലയിരുത്തിയിട്ടുണ്ടാവും. എന്തായാലും സ്മൃതി ഇറാനി അത് കൃത്യമായിട്ട് വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ BJP-യിൽ തഴയപ്പെടുന്നു, അല്ലെങ്കിൽ തോറ്റതിന് ശേഷം രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ടതിന് ശേഷം BJP-യിൽ തഴയപ്പെടുന്നു. അതുകൊണ്ട് സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഡൽഹിയിലെ BJP-യുടെ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് സ്മൃതി ഇറാനി പറഞ്ഞതും അവരുടെ കോൺഗ്രസിലേക്കുള്ള പോക്കിന്റെ ഒരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ മുന്നൊരുക്കമാണെന്നാണ് ചില കിംവദന്തികൾ വരുന്നത്. അല്ല, തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഏത് പാർട്ടിക്കാരാണെങ്കിലും 1% പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത പാർട്ടിക്കാർ പോലും എന്താ പറയുക, ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ കാലമാണ് വരുന്നത് എന്നല്ലേ പറയുക. തോറ്റു കഴിഞ്ഞാൽ പറയും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ ആ സമയത്ത് പറയുന്നതല്ലേ എന്ന് പറയും.
ഇത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ജനങ്ങൾ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ സ്മൃതി ഇറാനി അങ്ങനെ ഡൽഹിയിൽ വിജയിക്കാൻ സാധ്യതയില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായൊരു അജണ്ടയും ലക്ഷ്യവും കാണും. BJP പേടിയില്ലാത്തത് കൊണ്ടും BJPയിലല്ല താൻ എന്നുള്ളൊരു വിശ്വാസവും കൊണ്ടുമായിരിക്കും സ്മൃതി ഇറാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. സ്മൃതി ഇറാനിക്ക് എല്ലാ സ്ഥാനവും BJP കൊടുത്തിട്ടുണ്ട്. അവരെ കേന്ദ്രമന്ത്രിയാക്കി, MP ആക്കി. ഇവരൊരു സീരിയൽ സിനിമാ രംഗത്ത് നിന്ന് കടന്നു വന്ന ആളാണ്. അങ്ങനെ കടന്നു വന്ന ആൾക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുകയും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുകയും ചെയ്ത് അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് സ്മൃതി ഇറാനിയെ മുന്നിൽ നിർത്തി BJP. എന്നിട്ട് രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെടുമ്പോൾ അത് BJPയുടെ തലയിൽ വെച്ച് കെട്ടണോ? അവർക്ക് ഏത് രീതിയിലാണ് അവരവിടെ പരാജയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അഹങ്കാരം തലക്കി പിടിച്ചതുകൊണ്ടാണ്. നമ്മൾ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആളുകളെ എല്ലാം ന്യായീകരിക്കേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ലല്ലോ, ഒരാൾക്കില്ല, BJPക്കാർക്ക് പോലും ഇല്ല. കാരണം BJPയിലായാലും കോൺഗ്രസിലായാലും മാർക്സിസ്റ്റിലായാലും നമ്മൾ അഹങ്കാരമുള്ള നേതാക്കന്മാർ അങ്ങനെ തന്നെ എടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ സ്മൃതി ഇറാനി മന്ത്രിയായപ്പോൾ സ്മൃതി ഇറാനി പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഓർമ്മയിൽ നിന്ന് പോയി. ഞാൻ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ആളാണ്, ഞാനെന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള ധാർഷ്ട്യം അവർക്ക് കയറി വന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അമേഠിയിലെ ജനങ്ങൾ നേരെ തിരിച്ച് താഴെയിട്ടു. അതാണ് നമ്മൾ കാണേണ്ടത്. അതിന് BJPയോട് എന്തെങ്കിലും തരത്തിൽ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. അവിടെ ചെയ്യേണ്ടത് വീണ്ടും സാധാരണ പ്രവർത്തകയായി BJPയോടൊപ്പം നിന്നുകൊണ്ട് BJP പറയുന്ന ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്ത് മുന്നോട്ട് വന്ന് വീണ്ടും ഈ പറയുന്ന സ്ഥാനങ്ങളിൽ ഇവർക്ക് കൂടുതൽ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവർ മെച്ചപ്പെട്ടൊരു രീതിയിലേക്ക് എത്തി എന്ന് BJPക്ക് മനസ്സിലാകുന്ന സമയത്ത് വീണ്ടും കൊടുക്കേണ്ട സ്ഥാനങ്ങൾ ആർക്ക് കൊടുക്കും? ഈ പറയുന്ന സ്മൃതി ഇറാനിക്ക് കൊടുക്കും. അങ്ങനെ തന്നെയാണ് BJP. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവരെ കൃത്യമായി സ്ക്രൂട്ടനി ചെയ്ത് പണിയെടുക്കാത്ത ആളുകളെ മാറ്റി നിർത്തും. കേരളത്തിലെ നേതാക്കന്മാരെയല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ പ്രത്യേക പ്രതിഭാസമാണ്, അത് മാറ്റി നിർത്തിയിരിക്കുക. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കൃത്യമായി പണിയെടുക്കുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള പ്രതിഫലം കൊടുക്കുന്ന പാർട്ടിയാണ് BJP. ഇപ്പോൾ ഡൽഹിയിൽ എത്ര ആളുകളുടെ പേര് കേട്ടു? നമ്മൾ എത്ര ആളുകളുടെ പേര് ചർച്ച ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമാണ് അന്ന് ഈ രേഖാ ഗുപ്ത എന്നുള്ള പേര് പറഞ്ഞത്. ഈ രണ്ട് പേരുകൾ കൂടെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ആ ചർച്ചയ്ക്കിടെ സംസാരിച്ചു. പക്ഷേ അത് ആരും മുഖവിലയ്ക്ക് പോലും അന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എടുത്തിരുന്നില്ല. പക്ഷെ രേഖാ ഗുപ്തയെ കൊണ്ടുവന്ന് ഡൽഹിയിലെ മുഖ്യമന്ത്രിയാക്കി അവിടെ വനിതയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുത്തു. അതാണ് തലസ്ഥാന നഗരിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്, മനസ്സിലാക്കണം. അപ്പോൾ അവിടെ അത്ര പ്രാധാന്യം കൊടുത്തത് രേഖാ ഗുപ്ത എന്ന് പറയുന്ന സ്ത്രീ അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വവും RSSും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ സംഘടനയ്ക്ക് വേണ്ടി ഒരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ സ്ഥാനം കൊടുക്കാൻ എന്നും BJP വില്ലിംഗ് ആയിട്ടേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ ഇപ്പോൾ BJPയുടെ മുഖ്യമന്ത്രിയാക്കി എന്ന് കരുതുക. ഉദാഹരണത്തിന് ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ എന്നോട് രാജിവെച്ചിറങ്ങാൻ ഏത് ദിവസം പാർട്ടി പറയുന്നോ ഒരു മടിയും കൂടാതെ ഞാൻ രാജിവെച്ചിറങ്ങും. അതാണ് BJPയുടെ ഒരു സംഘടനാ സംവിധാനം എന്ന് പറയുന്നത്. അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നില്ല, അവിടെ കലാപങ്ങൾ ഉണ്ടാവുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അതിനിടയിലാണ് സ്മൃതി ഇറാനിയെ പോലെ അവർ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ സ്ഥാന മോഹം കൊണ്ട് മാത്രമാണ് അവരതിന് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഇത്രയും രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞ് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകുക എന്ന് എനിക്കറിയില്ല. ഈ പരക്കുന്ന വാർത്തകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നും നമുക്കറിയില്ല. പക്ഷേ യഥാർത്ഥ ഒരു BJPയുടെ പ്രവർത്തകയാണെങ്കിൽ തെറ്റുകൾ തിരുത്തി BJPയിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് സാധാരണ ആളുകൾ ശ്രമിക്കേണ്ടത്. പക്ഷേ പരക്കുന്ന വാർത്തകളും അവരുടെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ വെച്ച് നമ്മൾക്ക് അത് അത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ഏത് BJPയിൽ തന്നെ നിൽക്കുമെന്നുള്ളത് പോകാനുള്ള സാധ്യതയും നമ്മൾ മുൻകൂട്ടി കാണുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.